ഏത് ദിവസവും വേണമെങ്കിലും തിരിച്ചു വരാം. എന്റെ പൂർണ്ണമായ ചികിത്സയുടെ ലാസ്റ്റ് ഘട്ടങ്ങളിലാണ്. അപ്പൊ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ആദ്യമായിട്ടായിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയില് ഒരുപക്ഷെ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടും ഒരാൾ വന്നിരുന്നിട്ട് മമ്മൂട്ടിക്ക് അസുഖമുണ്ട് എന്ന് വൃത്തിയായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് അതിന് ചെറിയ സൂചന നമുക്ക് തന്നത് പൃഥ്വിരാജിന്റെ അമ്മയായിരുന്നു. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക വിളിച്ച് സമാധാനത്തിന്റെ ഭാഗമായിട്ട് വയ്യാത്ത കിടക്കുന്ന സമയത്തും മമ്മൂക്ക വിളിച്ചു എന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞത് അത് നമ്മുടെ മല്ലിക സുകുമാരായിരുന്നു. ആ ഒരു ബൈറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെക്കാൻ കേട്ടോ, കിട്ടുകയാണെങ്കിൽ മാത്രം. എന്തെങ്കിലും ഇപ്പോൾ മുകേഷ്, പ്രിയ സുഹൃത്ത് മുകേഷ് കൃത്യമായിട്ടും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഏത് നിമിഷം വേണമെങ്കിലും മമ്മൂക്ക വരാം. നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വീണ്ടും വീണ്ടും നീണ്ടു പോവുകയാണ്. ഈ ആഴ്ചയോടനുബന്ധിച്ച്, അതായത് ഈ മാസത്തെ ആദ്യ വീക്കോടനുബന്ധിച്ച് മമ്മൂക്ക കൊച്ചിയിൽ വന്ന് ഇറങ്ങുമെന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും കിട്ടിയ വിവരം. പക്ഷെ അത് വീണ്ടും നീളുമോ എന്നുള്ളതാണ് ഒരു വലിയ കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. മുകേഷ് പറയുന്നു അദ്ദേഹം ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ കൊച്ചിയിൽ വന്നിറങ്ങാം, നമ്മുടെ കേരളത്തിൽ വന്നിറങ്ങാം. ഇപ്പൊ തമിഴ്നാട്ടിലാണ്. എന്തായാലും ബാക്കി എങ്ങനെയുണ്ടെന്ന് കേൾക്കാം. പക്ഷെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ പരസ്യമായിട്ട് പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും കാലം നമ്മൾ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഇപ്പം അസുഖമെന്നുള്ളത് സത്യമാണ്. അതാണ്, അതായത് മമ്മൂട്ടിയെ കുറിച്ചിട്ട് പലവിധ വാർത്തകളും വരുന്നുണ്ട്. എനിക്കിതിനെ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇടേണ്ടി വന്നു. അതൊരല്പം തെറ്റെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും സോറി പറയാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ. സാന്ദ്ര തോമസ് പറഞ്ഞത് മമ്മൂക്ക സാന്ദ്രയുമായിട്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു. പിന്നീട് മമ്മൂക്ക വിളിച്ച് സാന്ദ്രയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക പിന്നീട് സാന്ദ്രയുടെ സിനിമയിൽ നിന്ന് പിൻവലിഞ്ഞു. ഇനി ആ സിനിമ നീയുമായിട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിൽ മമ്മൂക്ക അതിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് സാന്ദ്ര പറഞ്ഞത്. കിട്ടുന്ന വിവരം അതൊന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഈ കേസിനൊക്കെ മുമ്പ് തന്നെ ആ സിനിമയെ കമ്മിറ്റ് ചെയ്ത സിനിമ സാന്ദ്രയുമായിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമ ഒഴിവാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഒന്ന് കൺഫർമേഷൻ കിട്ടാനുണ്ട്, അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ആ സിനിമ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ സാന്ദ്ര മഹാനുണയാണ് പറഞ്ഞത്. മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മാന്യനായിട്ടുള്ള മനുഷ്യനെ ഈ അടുത്ത കാലത്ത് ഒരുപാട് കേസ്, ഈ പറയുന്ന മുകേഷിനെതിരെയും ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് പല തരത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടെന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് അത് മമ്മൂക്ക മാത്രമാണ്. സംശയമൊന്നുമില്ലല്ലോ, മമ്മൂക്ക മാത്രമാണെന്നേ. നിങ്ങൾ നോക്കിക്കോളൂ, മമ്മൂട്ടി എന്ന് പറഞ്ഞ പേര് പോലും ഒരു പെണ്ണ് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അദ്ദേഹം അത്തരത്തിൽ അവിഹിത ബന്ധങ്ങളൊന്നും അദ്ദേഹം പെട്ടിട്ടില്ല എന്നർത്ഥം. നല്ലൊരു കുടുംബസ്ഥനാണെന്നർത്ഥം. ഈ പറയുന്ന മുകേഷ് അടക്കം പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം തങ്ങൾക്ക് ഉള്ള പേരൊക്കെ തന്നെ മതി എന്നുള്ളതാണ് മമ്മൂക്ക പറയുന്നത്. മനസ്സാ വാച കർമ്മണ ഒരു കുറ്റവും ഒരു തെറ്റും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തിട്ടില്ല. അവര് പറഞ്ഞോട്ടടാ എന്തും വേണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ, അത് വളരെ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമ്മൾ വിട്ടുകൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടല്ല, സത്യമില്ലാത്ത കാര്യങ്ങൾ ശീലിച്ചവരാക്കുന്ന സത്യമുള്ള ഒരു കാര്യത്തിനകത്ത് ഒരു ഫാബ്രിക്കേഷൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ യൂഷ്വൽ. എന്തായാലും പറയുന്നത് ആളുകൾ പറഞ്ഞോട്ടടാ. ഒരു പക്ഷേ അത് മമ്മൂട്ടി പറഞ്ഞു എന്നല്ല മുകേഷ് പറയുന്നത്. മുകേഷ് പറയുന്നത് മമ്മൂട്ടിയുടെ മനസ്സിൽ നിന്ന് അങ്ങനത്തെ ഒരു ഉത്തരമായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ്. ആളുകൾ പറയുന്നത് പറഞ്ഞോട്ടെന്നേ. നമുക്ക് നമ്മുടെ വഴിയുമായിട്ട് മുന്നോട്ട് പോകുക. മമ്മൂട്ടി തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, എനിക്ക് സിനിമ മാത്രമേ അറിയൂ, വേറൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല. സിനിമ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം. അങ്ങനെയല്ല, ഞാൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും ഞാൻ സിനിമ എന്ന് പറഞ്ഞ മേഖലയിൽ ഒരു കുട്ടിയാണ്, ബാല്യകാലത്തിലാണ്. ഇനിയും ഞാൻ മിനുക്കിയാൽ ഞാൻ തിളങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് മാത്രം എനിക്ക് ചെയ്യാൻ അറിയുള്ളൂ. സിനിമ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം, മരണം വരെ ഇത് തന്നെ ആവണം. അപ്പൊ അതുവരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവാം. ആളുകൾ പലതും പറയാനുണ്ടായിരിക്കും, അതിനൊന്നും 5 പൈസയ്ക്ക് വില കൊടുക്കേണ്ടതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഉപദേശമാണ് മമ്മൂട്ടിയുടെ. നാട്ടുകാർ പലതും പറയും, നാട്ടുകാരുടെ വായും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ജീവിതം ഒരടി പോലും മുന്നോട്ട് വെക്കാനും പറ്റില്ല. മനസ്സിലാക്കണം. നാട്ടുകാരുടെ അഭിപ്രായം കേട്ടിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞേട്ടയായി എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. 5 പൈസയ്ക്ക് ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട മാന്യമായിട്ടുള്ള ജീവിതത്തിന് എന്നുള്ളതാണ്. നമ്മൾ എത്ര നന്നായി ജീവിച്ചാലും കുറ്റം പറയാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും.
അവന്മാർക്കെല്ലാം മറുപടി മമ്മൂട്ടി പറയുന്നവരാണ്. അവര് പറഞ്ഞോട്ടടാ, നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ബൈ.